സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ ചന്ദ്രേട്ടൻ മാസ്ക് ഒന്ന് മാറ്റി. നമ്മുടെ ചന്ദ്രേട്ടൻ നമ്മുടെ മുത്തുബായിന്റെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. മുത്തുക്ക, ഭയങ്കര സ്നേഹിച്ചിട്ട് ചാടിക്കാം. ഞങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓ മുത്തുക്ക എന്തായാലും ഇങ്ങനെ സംസാരിക്കട്ടെ, സൗഹൃദം പുലർത്തട്ടെ. അതിന് മുത്തുക്കാന്റെ കൂടുകള് കാണിച്ചു തരാം എല്ലാവർക്കും. ഇത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്കൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കൂടാട്ടോ ഇത്. ഈ കൂടുകള് ഇതുള്ളൊരു സിരോഹിയാണ്. ഇത് മുത്തുക്കാന്റെ ഒരു പെറ്റാണ്. ഇത് മുത്തുക്ക കൊടുക്കില്ല. ഞാൻ വരെ ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഇത് മുത്തുക്കാന്റെ സിമ്പിൾ കൂടാട്ടാ. നമുക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കൂട്. ഇത് മൂപ്പരുടെ ഒരു കർഷകനും കൂടിയാണ്. ഒരു കോഴിക്കോട്. അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു കൂടാണ് ഈ കൂട്. ടാർപ്പായോട്ട് മറിച്ചിട്ടുള്ള ഒരു സാധാരണ കൂട്. കുറച്ച് തോത്താപ്പിയാരികൾ നിൽക്കുന്നുണ്ട്. കുറച്ചൊന്നല്ല, കുറച്ച് കൂടുതലുണ്ട്. ബീറ്റലുകളുണ്ട്. ഇത് മൂപ്പരുടെ മൂപ്പര് കുറച്ച് കാശിറക്കിയ കൂടി ഇതാന്നാ ഞാൻ മനസ്സിലാക്കണേ. പക്ഷെ എല്ലായാലും ആടുകൾ കാലിയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു വലിയ കൂട്. ഇതിലൊന്നുമില്ല. ഇതില് ബാർബറി കൂടൊക്കെ കാലിയാ. കണ്ടില്ലേ, നമ്മളെ ഒരു തോത്തപ്പാരി വരവേൽക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ആടുകളൊക്കെ കാലിയാണ് ചുരുക്കം പറഞ്ഞ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൂടാ. ടാർപ്പായും കുറച്ച് കവുങ്ങും മാത്രം, പിന്നെ കുറച്ച് കാലും. നമ്മൾ ഈ നാടൻ ആടുകൾക്ക് അതൊക്കെ മതിയാവും. വാലേക്കും സലാം. ഇത് നമ്മളെ മുത്തുക്കാന്റെ മോൻ. എന്താ പേര്? സയാൻ. അപ്പൊ ആട് ഈ കൂട്ടിലൊന്നും അല്ല കേട്ടോ. മുത്തുക്കാന്റെ നമ്മളെ ചന്ദ്രേട്ടന്റെ ആട് ഇവിടെ ഒന്നുമില്ല. ചന്ദ്രേട്ടന്റെ ആട് വേറൊരു ഫാമിലാണ്, സ്പെഷ്യൽ കൂട്ടിലാണ്. മുതുക എന്താ അവിടെ വേറൊരു കൂട് അങ്ങോട്ട് മാറ്റി കെട്ടിയത്? ഇതെന്താ മുത്തക്ക ഈ കൂടൊക്കെ കാലിയേക്കണ്? അതിപ്പോ ഞാൻ 4-5 ലോഡ് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഓർഡർ പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. ഏതൊക്കെ ബ്രീഡുകള്? എല്ലാ ബ്രീഡും, ഇന്ത്യന്റെ എല്ലാ ബ്രീഡും ഞാനൊരു 15 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് ഇനി ബൾക്കായിട്ട് ഇറക്കിയിടുന്നില്ല. ഇനി നാട്ടിലെ മലബാരി അട്ടപ്പാടി ബ്ലാക്ക് കണ്ട സാധനം, അട്ടപ്പാടി ബ്ലാക്ക്, അട്ടപ്പാടി ബ്ലാക്ക്. അതെ, കേരളത്തിന്റെ തനത് ബ്രീഡുകളെ മാത്രം. അതിന് വല്ലാണ്ട് കൂടുകളൊക്കെ. അപ്പൊ ഇനി കേരളത്തിന്റെ തനത് ബ്രീഡുകളെ മാത്രമേ വിൽക്കുള്ളൂ? അങ്ങനെയല്ല, ഞാൻ എല്ലാ ബ്രീഡും വെക്കും. എല്ലാ ബ്രീഡും വെക്കും. ക്വാറന്റൈൻ ചെയ്തിട്ടാണെന്ന് പറയും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിൽ അവരോട് പറയും നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യണം, അതിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഉത്തരവാദിത്വം. അങ്ങനെ പറഞ്ഞെടുക്കുന്നവർക്കാണെങ്കിൽ കൊടുക്കും. അങ്ങനെ. അപ്പോ ഇനി നിങ്ങളിപ്പോ അട്ടപ്പാടി ബ്ലാക്കുകൾ എന്നാ ഇറക്കുന്നത്? ഒരു 10 രൂപ റേഞ്ചിൽ കൊടുക്കാനുള്ളൊരു 10 രൂപ ഒക്കെ വരുന്നുണ്ട് അട്ടപ്പാടി ബ്ലാക്കിന്. അൺബ്രീഡ് കിട്ടും, ഇൻബ്രീഡ് കിട്ടും. 5 രൂപ 6 രൂപ കൊടുക്കാം. ഇൻബ്രീഡ് സെലക്ട് ചെയ്ത സാധനം മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. അതായത് പക്ക ക്വാളിറ്റിയുള്ള ക്വാളിറ്റി, അതിന്റെ സ്കിന്ന്, ആ കാലില് ഉയരം, നീളം. അതിന് ഞാൻ അതിന്റെ ഉൾഭാഗത്ത് കൂടെ പോകുന്ന ആളുകളുണ്ട്. ഏതിന്റെ? ആളുകളെ ഞാൻ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ച 10 ദിവസമായി എടുക്കാൻ തുടങ്ങിട്ട്. ആകെ 20 കിട്ടി, 25 കിട്ടിയെന്ന് അറിഞ്ഞത്.
ഇത്ര ദിവസമായിട്ടും. ഇത്ര ദിവസം പക്ഷെ അവിടെ ഒരുപാട് അട്ടപ്പാടികൾ അങ്ങനത്തെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോ അത് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണമെങ്കിൽ എത്ര രൂപ ഒരു 10 രൂപയുടെ ഉള്ളില് 10 രൂപയുടെ ഉള്ളിൽ അത് കൊടുത്തിട്ട് ഇതേമാതിരി പക്കാ ക്വാളിറ്റി ആവും. പക്കാ ക്വാളിറ്റി ഇതേമാതിരി ഓടി ചാടി കളിച്ച് നമുക്ക് പറയാലോ ഒരു കോർണറിൽ നമ്മുടെ നാട്ടിൽ പ്രസവിച്ചത് അതന്നെ. ഇതാ ചന്ദ്രേട്ടന്റെ ആട്, അതായത് ആൺകുട്ടിയാണ്. ഇതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ബ്രീഡുകൾ. ഈ കൂട്ടിൽ താഴെ ഇതാണ് ചന്ദ്രേട്ടന്റെ ആട് അല്ലേ? ഇതാണ് ചന്ദ്രേട്ടന്റെ ആട്. ഈ പടക്കുട്ടി 3 മാസം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളടുത്ത് ഭയങ്കര അണക്കാണ്. അത് മുട്ടൻ അല്ലേ? അത് മുട്ടം കുട്ടിയാണ്. ഞാനൊന്ന് ഉള്ളിൽ കയറി പോട്ടെ. ആ ലൈറ്റ് ഒന്നിട്ട് കൊടുത്തോട്ടെ ഞാൻ അവിടുത്തെ. ഇതാണ് മൂപ്പരുടെ സ്പെഷ്യൽ കൂട്. പഠിച്ചോനെ ഇതിലൊരു ഇവൻ പ്രശ്നം ഉണ്ടാക്കുവോ? അതെ, അല്ല ഒരു തൊത്തപ്പാരി കിടക്കുന്നുണ്ട്. അൽഫിയൊക്കെ ഇതിലാണല്ലോ അല്ലേ? ഈ അൽഫി ഏത് നാട്ടിലെ ബ്രീഡാ? അൽഫിന്റെ പെണ്ണും ആണും അല്ലെ അൽഫി. ഈ ബാർബറികള് കനേഡിയൻ പിക്മിയൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ? വലിയ മുട്ടന്മാര് ഒരു 35,000 വരെ വരുന്ന താഴത്തുണ്ട്. ചന്ദ്രേട്ടൻ കളിക്കുമോ? ഇതൊന്ന് അടച്ച്. ഇത് സ്പെഷ്യൽ മുട്ടന്മാരാണല്ലോ. ബാർബർ നല്ല മുട്ടന്മാരല്ലേ? അടിയില് ഇത് മുകളിലൊരു കൂട്, അടിയിലൊരു കൂട്. മൂത്രം കാട്ടൊക്കെ അത് കൂടെ അങ്ങോട്ട് പോകും അല്ലേ? ഇതേ വൃത്തി എന്നും ഉണ്ടാവും. പക്ഷെ പിന്നെ ഇതും താഴത്തെ കൂടെ ചാലുണ്ട് അല്ലേ? പോവും. നമ്മളെ ചന്ദ്രേട്ടൻ ബാർബറായിട്ട് മല്ലിക്കെട്ടുണ്ട്. ബാർബറ. ഈ ബാർബറ മുട്ടനൊക്കെ എത്ര റേഞ്ചുള്ള? നിങ്ങളൊരു 15 റുപ്യ റേഞ്ചിലൊക്കെ ബാർബറ ഉണ്ടായിരുന്നു പറഞ്ഞു. മറ്റേ ഫാമിലുള്ള അല്ലെ 15 റുപ്യ. അത് ഇതും തമ്മിൽ എന്തെങ്ങനെ വില വ്യത്യാസം? ഇത് 2.5 വയസ്സ് കറക്റ്റ് ബ്രീഡർ. അത് എനിക്ക് അവിടുന്ന് വില വന്നാണ്. അത് കൊണ്ടുവന്നതാണ്. പിന്നെ ബാർബറി ഫുൾ ചനയിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ എന്ത് വില ബാർബറി ഫുൾ ചന? അതൊരു 12 മുതൽ ഒരു 18ന്റെ ഉള്ളില്. 12,000 രൂപ മുതൽ ഫുൾ ചന നിറച്ചന ഉള്ളത്? 12,000 മുതൽ 18ന്റെ ഉള്ളിലാണ്. ക്വാളിറ്റിക്ക് ഓക്കെ. ഡോട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അട്ടപ്പാടി ബ്ലാക്കുകളും. പിന്നെ വേറെന്താ സ്പെഷ്യൽ ആയിട്ട് അട്ടപ്പാടിയില്? അട്ടപ്പാടി ബ്ലാക്ക് അല്ലാതെ മൈലമ്പാടി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. ഏത് എന്താണ്? ചെമ്മരി. അതും വരുന്നുണ്ടല്ലേ? അതൊക്കെ എന്ത് റേഞ്ചിലാ ചെമ്മരി ആടുകളൊക്കെ? എന്നാലും നമുക്കൊരു 10 റുപ്യ. അതിന്റെ മുകൾക്ക് പോകില്ല. 35,000 രൂപ ആടിനെ ഇവിടെ വെക്കുമ്പോ ഇതിൽ ഒരുപാട് പാവപ്പെട്ടവർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് 5 രൂപക്കോ 6 രൂപക്കോ എങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റിയ റേറ്റില്. അപ്പൊ അവരൊരു സമാധാനമായിട്ട് തിരിച്ചുവിടാം. അതായത് നല്ല അട്ടപ്പാടി ബ്ലാക്കുകൾ ഒരു 5,000 മുതൽ 10 വരെ പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെ അവര് സ്പെഷ്യലൈസ് പറയാണ് വലിയ മുട്ട വേണം 15 രൂപ കൊണ്ടു കൊടുക്കാം. ഓക്കെ ഓക്കെ. എന്നാ മുത്തുക്കാന്റെ കൈ കൊണ്ട് നമുക്ക് മറ്റേ ഹാൻഡ് ഓവർ ചെയ്താലോ? അത് കൊടുക്കടാ. ചന്ദ്രേട്ടന് കൊടുക്കും. എന്റെ മോൻ തരും. ഞാൻ ഒരു വട്ടം കൊടുത്തിട്ട് പണി കിട്ടിക്കോളൂ. അപ്പൊ എന്റെ മോനാ കൊടുക്കണം. മുത്തുക്കാന്റെ കൈയ്യോട്ടിന് കൊടുക്കൂലെന്നാ പറയുന്നത്. സിയാനെ നമ്മളെ മക്കളെ പോലെ തന്നെ കേട്ടോ. മുത്തുക്കാന്റെ മോനാണ് ഇവിടെ ഇൻചാർജ്. അപ്പൊ നമ്മളെ പോലെ തന്നെ പ്രാന്തം തന്നെയാണല്ലേ? സിയാന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്റെ മോന് ഒരു സിരോയി കുട്ടിക്ക് വേണ്ടി കരഞ്ഞിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സിയാന്റെ പെറ്റിനെ സിയാന് ഇന്ന് രാവിലെ നമുക്ക് എത്തിച്ചു തന്നു. മാഷാഅല്ലാഹ് നല്ല റോമൻ ന്യൂസും പഞ്ച് ഫേസും ഒക്കെ ഉണ്ട് കേട്ടാ. ഒരു ബിസ്മില്ല. ഉഷാറായി. അപ്പോ ചന്ദ്രേട്ടൻ എന്താണ് ഇതിൽ അഭിപ്രായം പറയാനുള്ളത്? ഇനി ചന്ദ്രേട്ടന്റെ വാക്കുകൾക്ക്. ഞാന് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിരുന്നു. എനിക്ക് കൂടുതൽ പറയാനില്ല. കാരണം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പോകും.
എന്നാലും പറയാലോ, എന്താണ് മുത്തക്കാന്റെ ഈ ഒരു സ്വഭാവത്തെ പറ്റി പറയാനുള്ളത്? ദുബായിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കൊണ്ട് സംഭവിച്ചൊന്നല്ല, മാസങ്ങളായി. എത്ര മാസമായി? 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, 3 എന്തായാലും മാസങ്ങളായി. എന്നിട്ട് സംഭവിച്ചാണ്. അയാളെ എന്നാ ഗ്രൂപ്പിൽ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അയാൾക്ക് അയാളെ മനസ്സ്, അയാളത് പറഞ്ഞപ്പോ തന്നെ എവിടെയെങ്കിലും എനിക്ക് അയാളോട് വൈകാക്കിണ്ടായിരുന്നു കഴിഞ്ഞുള്ളത്. സത്യം എനിക്ക് ഞാനൊന്ന് പറയില്ല, മറ്റൊന്നും തോർപ്പിക്കാറില്ല. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്ന് പറയാറുണ്ടാറുള്ളൂ. അപ്പൊ അതിനാണ് എന്തായാലും ചന്ദ്രേട്ടാ, നമ്മളെ ഗ്രൂപ്പിന്റെ ഒരു ഒത്തൊരുമയാണിത്. നാളെ നമ്മളെ ഗ്രൂപ്പിൽ ഇതേപോലെ ഏതെങ്കിലും കർഷക സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒന്ന് നമ്മളെല്ലാവരും ഇതേപോലെ ഒത്തൊരുമിച്ച് നിൽക്കുക. ഞാൻ എന്റെ സുഹൃത്താണ് ഇദ്ദേഹം നമ്മളെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളെ പേര് രാമേന്ദ്രേട്ടൻ. നമ്മളെ അയാളോട് ഞാൻ പറഞ്ഞു, നമ്മള് സമയത്ത് തൃശ്ശൂര് നമ്മുടെ സുഹൃത്തിന് വയ്യാതെയായിട്ട് അല്ല, അത് പോട്ടെ എന്നൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്തായാലും ആട്ടിൻകുട്ടികളെ ആൾക്കാരെ കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ക്വാളിറ്റി, അതായത് പക്ക പഞ്ച്, മുത്തക്കാന്റെ പക്ക പഞ്ചുള്ള റോമൻ ന്യൂസ് ഉള്ള ഒരു കുട്ടിയാണ് മുത്തക്ക കൊടുത്തിട്ടുള്ളത്. സന്തോഷം മുത്തക്ക. അപ്പൊ എല്ലാവർക്കും നന്ദി.